നമസ്കാരം. കുട്ടികളുള്ള ഒട്ടുമിക്ക വീടുകളിലും മാതാപിതാക്കളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് വിരശല്യം. വിരശല്യം ഒരു കുട്ടിയിൽ എങ്ങനെ ഉണ്ടാകുന്നു, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിനെ പ്രതിരോധിക്കാൻ എന്തെല്ലാം ചെയ്യാം എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. എൻഡറോബിയസ് വെർമിക്ലാരിസ് അഥവാ പിൻബോം നമ്മളുടെ നാട്ടിൽ കോമൺ ആയി കൃമി എന്നറിയപ്പെടുന്ന ഒരു പരാതവിരയാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. പരാതവിര എന്നാൽ ഒരു പാരസൈറ്റിക് നെമറ്റോഡ് എന്നാണ് അർത്ഥം. അതായത് ഈ ജീവിയുടെ ജീവക്രമം പൂർത്തിയാകണമെങ്കിൽ ഒരു ഹോസ്റ്റിന്റെ ആവശ്യമുണ്ട്. ഈ കേസിൽ അതൊരു മനുഷ്യ ശരീരമാണ്. ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇതിന്റെ മുട്ട എത്തപ്പെട്ടാൽ അത് അയാളുടെ കുടലിൽ ചെന്ന ശേഷം ലാർവയായി മാറുന്നു. ഈ ലാർവ പൂർണ്ണ വളർച്ചയെത്തിയ ശേഷം ആൺകൃമിയും പെൺകൃമിയും ഇണചേരുകയും ആൺകൃമികൾ അതോടെ നശിച്ചു പോവുകയും ചെയ്യുന്നു. പെൺകൃമികൾ മുട്ടയോടുകൂടി അയാളുടെ മലദ്വാരം വഴി വെളിയിൽ വരികയും മലദ്വാരത്തിന് ചുറ്റുമുള്ള സ്കിന്നിൽ മുട്ടകൾ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ വ്യക്തി മലവിസർജനം ചെയ്യുമ്പോൾ ഈ മുട്ട പുറത്തേക്ക് എക്സ്പോസ് ആകുന്നു. അതുവഴി അടുത്ത ആളുകളിലേക്ക് ആ ഇൻഫെക്ഷൻ പടർന്നു ചെല്ലുന്നു. ഈ വ്യക്തിക്ക് തന്നെ സ്വന്തമായും ആ ഇൻഫെക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അയാൾക്ക് ചൊറിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ചൊറിച്ചിൽ വരുന്ന സമയത്ത് അയാളുടെ നഖത്തിനിടയിലേക്ക് ഈ മുട്ടകൾ എത്തപ്പെടുകയും അയാൾ വൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കുകയോ നഖം കടിക്കുന്ന ശീലമുള്ള ആളാണെങ്കിൽ അയാളിലേക്ക് തന്നെ ഈ ഇൻഫെക്ഷൻ തിരികെ വരും. അതിനെയാണ് നമ്മൾ ഓട്ടോ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഈ ഒരു ജീവിയുടെ ജീവക്രമം നടന്നു പോകുന്നത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഈ അസുഖം കൂടുതൽ കാണുന്നത്. കാരണം കുട്ടികളാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്. കാരണം കുഞ്ഞുങ്ങൾ ബെയർഫുട്ട് ആയിട്ട് ചെരുപ്പൊന്നും ഇല്ലാതെ ആയിരിക്കും അവർ കളിക്കുന്നത്. നിലത്ത് വീഴുന്നൊരു ഭക്ഷണം അവർ അതുപോലെ എടുത്ത് ചിലപ്പോൾ വായിൽ വെക്കും. അവരൊരു മലവിസർജനം നടത്തുന്നത് തന്നെ പുറത്തോ ഓപ്പൺ സ്പേസിലോ അല്ലെങ്കിൽ ഒരു പോട്ടിയിലോ ആയിരിക്കും. അവർക്കങ്ങനെ വായിൽ കൈയിട്ട് വെക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. എപ്പോഴും അങ്ങനെ ഒരു അൺഹൈജീനിക് സാഹചര്യങ്ങളിലേക്ക് ആ കുഞ്ഞുങ്ങൾ കൂടുതൽ എപ്പോഴും എക്സ്പോസ്ഡ് ആയിരിക്കും. അപ്പോൾ മുതിർന്നൊരു വ്യക്തിയെക്കാളും ചെറിയ കുട്ടികളിലാണ് കൂടുതലും വിരശല്യം കാണുന്നത്. ഇനി ഒരു കുഞ്ഞിന് എങ്ങനെ ഇത് ഐഡന്റിഫൈ ചെയ്യാം എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് വളരെ കോമൺ ആയിട്ട് പെരിയേനൽ ഇച്ചിങ്, അതായത് ഈ ഒരു ഓർഗാനിസം രാത്രി സമയത്ത് പുറത്തിറങ്ങുന്നതുകൊണ്ട് തന്നെ ഏകദേശം രാത്രി സമയത്ത് തന്നെയായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഈ ചൊറിച്ചിൽ അവിടെ അനുഭവപ്പെടുന്നത്. ചൊറിച്ചിലൊപ്പം തന്നെ ഉറക്കമില്ലായ്മ കൊണ്ടും ഇതിന്റെ ഒരു ഇറിറ്റേഷൻ കൊണ്ടും അവരുടെ ഒരു സ്വഭാവം, അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു ഇറിറ്റബിലിറ്റി കുട്ടികൾ കാണിക്കും. അതിനോട് ചേർന്ന് അവർ മൂക്കിൽ വിരലിട്ട് തിരിക്കുക, പല്ല് ഭയങ്കരമായിട്ട് കടിക്കുക, ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഇതിനോട് ചേർന്ന് കാണാം. അപ്പോൾ ഇതുള്ള ഒരു കുട്ടിയിൽ തന്നെ നമ്മൾ അവരുടെ മലദ്വാരം പരിശോധിക്കുവാണെങ്കിൽ ഈ ഓർഗാനിസം, ഈ കൃമി അവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇവർ പുറന്തള്ളിയ മലത്തിൽ ഈ കൃമികളുടെ പ്രസൻസ് ഉണ്ടാകും. ഇത്രയും സിംറ്റംസ് വെച്ചിട്ടാണ് പൊതുവേ നമ്മളൊരു കുട്ടിക്ക് കൃമി ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതല്ലാതെ ഇതിനോട് ചേർന്ന് വരുന്ന മറ്റ് പല ലക്ഷണങ്ങളുണ്ട്. അതായത് ഇവർക്കൊരു അബ്ഡോമിനൽ കംപ്ലൈന്റ്, എപ്പോഴും ഒരു വയറിനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അവരുടെ മലത്തിന്റെ ഒരു കൺസിസ്റ്റൻസി സാധാരണ ഉറച്ചു പോകുന്ന മലമാണെങ്കിൽ കുറച്ച് ലൂസായിട്ടായിരിക്കും പോകുന്നത്. ഇവരുടെ വിശപ്പിനൊരു വേരിയേഷൻ കാണും. ചിലപ്പോൾ ഭയങ്കരമായ വിശപ്പോ അല്ലെങ്കിൽ വിശപ്പില്ലായ്മയോ ഇവർ കാണിക്കാം. വയറുവേദന പറയാം, ഓക്കാനം ഉള്ളതായിട്ട് ചില കുട്ടികൾ പറയും. പിന്നെ ഈ സ്കിന്നിന്റെ കംപ്ലൈന്റ്, അവിടെ നമ്മൾ ശരിക്കും ആ ഏനൽ ഏരിയ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊരു മറ്റ് സ്കിൻ കംപ്ലൈൻറ്റ്സിലേക്ക് പോകാം. കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അത് മാറാൻ സാധ്യതയുണ്ട്. ഭയങ്കരമായ ഇൻഫെക്ഷൻ ഉള്ള കേസുകളിൽ മാത്രമാണ് അതൊരു പനിയിലേക്കൊക്കെ പോകുന്നത്. അത് റെയറാണ്, പക്ഷെ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ പലരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മറ്റൊരു കാര്യമാണ് ഈ കൃമി ഇവരുടെ യോനി ഭാഗത്തേക്കോ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന ഒരു പോർഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിൽ ചൊറിച്ചിൽ വരും. അപ്പൊ കുഞ്ഞുങ്ങൾ അത് ചൊറിയുന്നു എന്ന് പറയുമ്പോൾ കൃമി ആകാനൊരു സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർപ്പിച്ചു വയ്ക്കണം. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെയാണ് പൊതുവെ കൃമി എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ പൊതുവെ കൃമിയുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡീവേമിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ 6 മാസത്തിലൊരിക്കൽ ഡീവേം ചെയ്യുകയാണ് പതിവ്. നല്ല ഇൻഫെക്ഷനുള്ള കേസുകളാണെങ്കിൽ വർഷത്തിൽ 3 തവണ ഡീവേം ചെയ്യുക എന്നുള്ളതാണ് പൊതുവെ കണ്ടുവരുന്ന രീതി. അപ്പോൾ ഈ ഡീവേമിംഗ് അല്ലാതെ ഒരു അസുഖത്തിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ പ്രൈമറി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഹൈജീനിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. നല്ല വൃത്തിയായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുക. അവരുടെ കൈകൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നഖം നന്നായിട്ട് വൃത്തിയാക്കുക, നഖം കൃത്യമായി വെട്ടിക്കൊടുക്കുക, അവരുടെ ടോയ്സ് നന്നായിട്ട് കഴുകുക, നിലം നന്നായിട്ട് തുടച്ച് സൂക്ഷിക്കുക, പുറത്ത് ചെരുപ്പിട്ട് തന്നെ കളിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരുടെ ഈ ടോയ്ലറ്റ് ഹാബിറ്റ്സ് വളരെ വൃത്തിയായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക. പിന്നെ ഒരു കുട്ടിക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മുട്ടകൾ വഴി മറ്റാളുകളിലേക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ
വേം മുട്ടയിട്ട് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ഇത് ഇൻഫെക്റ്റീവ് ആകും. 2-3 ആഴ്ചകളോളം ഇത് ഇൻഫെക്റ്റീവ് ആയിട്ട് തന്നെ തുടരും. അപ്പോൾ ഈ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കുഞ്ഞിനെ അണ്ടർവെയർ ഇടാതെ നമ്മൾ ഒരിക്കലും പുറത്ത് വിടരുത്. അണ്ടർവെയറിനകത്ത് ഈ മുട്ടകൾ കളക്റ്റ് ആകും. അപ്പോൾ എന്നിട്ട് അണ്ടർവെയർ കൃത്യമായിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കുകയും വേണം. സൺഡ്രൈ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അണ്ടർവെയർ മാത്രമല്ല, കുഞ്ഞ് കിടക്കുന്ന ബെഡ്ഷീറ്റ് ആയാലും ഉപയോഗിക്കുന്ന ഡ്രസ്സുകളായാലും എല്ലാ സാധനങ്ങളും മറ്റൊരാളെ കൊണ്ട് ഷെയർ ചെയ്യിക്കാതിരിക്കുക. ഇപ്പോൾ വീട്ടിലെ ഒന്നിലധികം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡ്രസ്സൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ ബെഡ്ഷീറ്റുകൾ അല്ലെങ്കിൽ തുണികളൊന്നും കുടയാതിരിക്കുക. കാരണം ഈ മുട്ട സ്പ്രെഡായി പോകും, അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് ഇത് ഇങ്ങനെ ഡിസിൻഫെക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. ഇനി നിങ്ങൾക്ക് വെയിലില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ തുണി തിളച്ച വെള്ളത്തിൽ കഴുകി ഉണക്കിയ ശേഷം തേച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ല രീതി. പിന്നെ ആ ഏരിയാസ്, ഇവരുടെ ഹൈജീനാണ് ഏറ്റവും വലുത്. നമ്മൾ ആ ഏനൽ ഏരിയ, മലദ്വാരം ആയാലും യോനി ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കുക. അത് കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും കുഞ്ഞിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് കഴുകരുത്. എന്ന് വെച്ചാൽ നമ്മൾ കൈ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ ബാക്കിലേക്ക് കഴുകുക. അപ്പോൾ മുട്ടയായാലും ഈ മലത്തിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ ആയാലും പുറത്തേക്ക് പൊക്കോളും. ചിലർ തിരിച്ച് കഴുകുമ്പോൾ സംഭവിക്കുന്നത് ഈ സംഭവങ്ങൾ അവരുടെ യോനി ഭാഗത്തേക്കോ അല്ലെങ്കിൽ മൂത്രനാളത്തിൻ്റെ അങ്ങോട്ടോ ഒഴുകി അങ്ങനെ ഒരു ഇൻഫെക്ഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ ക്ലീൻ ചെയ്യിക്കുമ്പോൾ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ ഇൻഫെക്ഷൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയാൻ പറ്റും. പിന്നെ കുഞ്ഞുങ്ങളുടെ ഈ ഒരു പ്രായം, ആ ഒരു പ്രായം കഴിഞ്ഞ് അവർ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുന്ന ഒരു സമയമായി മുതിർന്നങ്ങ് വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ സാഹചര്യങ്ങൾ മാറുന്നത് കൊണ്ട് തന്നെ ഈ ഇൻഫെക്ഷൻസ് കുറഞ്ഞു വരും. അപ്പോൾ ആ ഒരു കാലഘട്ടം വരെ നമ്മൾ കൃത്യമായിട്ട് അവരെ നല്ലപോലെ ശ്രദ്ധിക്കുക. ഈ ലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ അതിന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക. വളരെ ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.